സൗഹൃദമെന്ന സ്വർഗവാതിൽ. ഡിഗ്രിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് ഞാനാണ് അച്ഛനോട് ആവശ്യപ്പെട്ടത്. വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു മാറ്റം അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. മലയാളം എടുത്ത് പഠിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ ഹോസ്റ്റൽ സൗകര്യമുള്ള ആ കോളേജിൽ BA മലയാളം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഹോസ്റ്റലിൽ നിൽക്കാമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് BComന് ചേർന്നു. വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കുട്ടിയമ്മയെ വിട്ടുപോകുന്നതായിരുന്നു ഏറ്റവും വലിയ സങ്കടം. കുട്ടിയമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങുമ്പോൾ കിട്ടുന്ന സുരക്ഷിതത്വവും അവരുടെ ശരീരത്തിൻ്റെ ചൂടും മണവും കിട്ടില്ലല്ലോ എന്ന വേദനയുമായിരുന്നു ഉണ്ടായിരുന്നത്. പിരിയാൻ കുട്ടിയമ്മയ്ക്കും സങ്കടമായിരുന്നു. പക്ഷേ മനസ്സിലാക്കിയെന്ന പോലെ എന്നോടവർ പോകാൻ ആവശ്യപ്പെട്ടു. നന്നായി പഠിച്ച് മിടുക്കിയാവണമെന്ന് പറഞ്ഞു. ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിലായിരുന്നു ഡിഗ്രിക്ക് ചേർന്നത്. അന്ന് വരെ കണ്ടിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി മറ്റൊരു ഇടത്തിലെത്തിയിരിക്കുന്നു. അക്കേഷ്യ മരങ്ങളും വാഗമരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മനോഹരവും വിശാലവുമായ ക്യാമ്പസ്. അവിടെ എത്തിയപ്പോൾ ഉള്ളിൽ വിഷാദം കനം വെച്ചു. കൂടെ പഠിക്കുന്നവരോട് എങ്ങനെ ഇടപെടണമെന്ന് അറിയില്ലായിരുന്നു. മനുഷ്യരെ അവിശ്വാസവും ഭയവുമായിരുന്നു. ആളുകളിൽ നിന്നും ആൾക്കൂട്ടത്തിൽ നിന്നും ഇപ്പോഴും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന എനിക്ക് ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയില്ലായിരുന്നു. അതുവരെയുള്ള ജീവിതത്തിൽ വളരെ കുറച്ച് മനുഷ്യർ മാത്രമായിരുന്നു സ്നേഹം എന്താണെന്ന് അനുഭവിപ്പിച്ചത്. ക്ലാസ് തുടങ്ങിയ ആദ്യ ദിവസം എപ്പോഴത്തെയും പോലെ ബെഞ്ചിൻ്റെ ഒരു മൂലയാണ് തിരഞ്ഞെടുത്തത്. ഒന്നാമതോ രണ്ടാമതോ മൂന്നാമതോ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അദൃശ്യയായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ക്ലാസ്സിലെ ഓരോരുത്തരും അടുത്തു വന്ന് പേര് ചോദിക്കുകയും പരിചയപ്പെടുകയും ചെയ്തത് സന്തോഷിപ്പിച്ചു. ഒരാൾ മാത്രം ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. അഗസ്റ്റിൻ ലോറൻസ് എന്നായിരുന്നു അവൻ്റെ പേര്. വിഷാദം കൊണ്ടു നടക്കുന്ന ഒരാളാണ് അവനെന്ന് തോന്നി. അവനറിയാതെ ഞാൻ അവനെ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു. ക്ലാസ് കഴിഞ്ഞ വൈകുന്നേരം ഹോസ്റ്റലിലേക്കാണ് പോയത്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജ് ആയിരുന്നതിനാൽ ഹോസ്റ്റലിൻ്റെ നടത്തിപ്പ് ചുമതല കന്യാസ്ത്രീകൾക്കായിരുന്നു. നിറയെ ചെടികളും മരങ്ങളും നിറഞ്ഞ വലിയ മുറ്റമുള്ള 2 നിലകളുള്ള നീളൻ കെട്ടിടമായിരുന്നു ഹോസ്റ്റലിൻ്റേത്. അതിനോട് ചേർന്നൊരു പ്രാർത്ഥനാലയവും ഉണ്ടായിരുന്നു. ഹോസ്റ്റലിനുള്ളിലേക്ക് കടന്നതും പരിചിതമല്ലാത്ത ഇടവും മനുഷ്യരെയും കണ്ട് വീർപ്പുമുട്ടി. താഴത്തെ നിലയിലെ 2ാമത്തെ മുറിയായിരുന്നു തന്നിരുന്നത്. ഒരു കട്ടിലും ഒരു ഭിത്തി അലമാരയും ഒരു സ്റ്റൂളും ടേബിളുമായിരുന്നു ഓരോരുത്തർക്കുമായി ആ മുറിയിലുണ്ടായിരുന്നത്. എന്നെ കൂടാതെ 2 പേർ കൂടിയുണ്ടായിരുന്നു. ആ മുറിയിൽ എന്നത് അസ്വസ്ഥമാക്കിയിരുന്നു. സ്വകാര്യത നഷ്ടമാകുമോ എന്ന ചിന്ത അലട്ടി. ഉറങ്ങാൻ നേരം കാലഴിച്ചു മാറ്റി വയ്ക്കാനും മുറിവിൽ മരുന്ന് വെച്ച് പുരട്ടാനുമൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിച്ച് അസ്വസ്ഥയായി. അരക്ഷിത ബോധം വലിഞ്ഞു മുറുകി. മറ്റൊരാൾ കാൽ കാണുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. തിരികെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ വീട്ടിലെ അന്തരീക്ഷവും പിന്നെ എല്ലാ ദിവസവും കോളേജിലേക്കുള്ള യാത്രയും അതുമൂലമുണ്ടാകുന്ന വേദനയുടെ കാഠിന്യവും ഓർത്തപ്പോൾ എന്തു വന്നാലും ഹോസ്റ്റലിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. റെക്സി എന്നും പ്രീതി എന്നും പേരുള്ള 2 പേരായിരുന്നു മുറിയിലുണ്ടായിരുന്നത്. സുഖമില്ലാത്തൊരു കുട്ടിയോടുള്ള സഹതാപം അവരുടെ നോട്ടത്തിലും പെരുമാറ്റത്തിലും നിറഞ്ഞു നിന്നിരുന്നത് നിരാശയാക്കി. പക്ഷേ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരുന്നു. തിരുവസ്ത്രമണിഞ്ഞ ദൈവത്തിൻ്റെ മാലാഖമാർക്കും അപരിചിതമായ കുറേ മുഖങ്ങൾക്കുമിടയിൽ പടം പൊഴിഞ്ഞ പാമ്പിനെ പോലെ കിടന്നു. ചുറ്റുമുള്ളവരെ കണ്ട് അർത്ഥമില്ലാതെ ചിരിച്ചു. അവരുടെ ചോദ്യത്തിനൊക്കെ അസ്വസ്ഥത പുറത്ത് കാണിക്കാതെ മറുപടിയും പറഞ്ഞു. ആദ്യ ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ മുറിയിലുള്ളവർ ആരും കാണാതെ കാലഴിച്ച് പുതപ്പിനടിയിലാക്കി. കുഞ്ഞിനെ എന്ന പോലെ ചേർത്ത് കിടത്തി. കരച്ചിൽ വന്നു. കുട്ടിയമ്മയെയും അച്ഛനെയും അമ്മയെയും കാണാൻ തോന്നി. അവരെ കാണാത്ത ജീവിതത്തിലെ ആദ്യത്തെ രാത്രിയായിരുന്നു അത്. അന്ന് ഉറക്കമേ വന്നില്ല. കുട്ടിയമ്മയുടെ ശരീരത്തിൻ്റെ ചൂടും മുറിയിലാകെ തങ്ങി നിൽക്കുന്ന കർപ്പൂരാതി തൈലത്തിൻ്റെ മണവും രാത്രിയിൽ നിറഞ്ഞു നിന്നു. ക്ലാസ്സിലെ കൂട്ടുകാർക്കിടയിലിരിക്കുമ്പോഴും ഏകാന്തത ഉറഞ്ഞുകൂടി. പിഴിഞ്ഞ തേയിലച്ചണ്ടി പോലെ ഉരുണ്ട് വീർത്തു. ഓരോ പിരീഡും മാറി മാറി വരുന്ന അധ്യാപകരും അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങളും ഒന്നും മനസ്സിലാകാതെ വേറൊരു ലോകത്തിലെന്ന പോലെ ഇരുന്നു. ഇൻ്റർവെൽ സമയത്തായിരുന്നു ആൺകുട്ടികളിരിക്കുന്ന ഭാഗത്തു നിന്നും ഒരു പാട്ട് ഒഴുകിയെത്തിയത്. നോക്കിയപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചിരുന്ന വിഷാദിയെന്ന് തോന്നിപ്പിച്ച അഗസ്റ്റിനായിരുന്നു. അതിമനോഹരമായി പാട്ടുപാടുന്ന സുന്ദരനായ
അവൻ്റെ കണ്ണുകൾക്കും ചിരിക്കും വല്ലാത്ത ഭംഗിയായിരുന്നു. ഞാൻ അവനെ തന്നെ നോക്കിയിരുന്നു. പാടിക്കഴിഞ്ഞപ്പോൾ വളരെ നന്നായിരിക്കുന്നുവെന്ന് അയാളുടെ അടുത്ത് ചെന്ന് പറയാൻ തോന്നി. പക്ഷേ എൻ്റെ അന്തർമുഖത്വം അതിനനുവദിച്ചില്ല. വിരസവും അലസവുമായി ദിവസങ്ങൾ കടന്നുപോയി. അതിനിടയിൽ ക്ലാസ്സിലെ വിദ്യ, റൂബി, ലയാര എന്നിവരുമായി കൂട്ടുകൂടി. ഒരുപാട് നാളത്തെ പരിചയമെന്ന പോലെ അവരെന്നോട് പെരുമാറി. ഒറ്റയ്ക്കിരിക്കാൻ അനുവദിക്കാതെ തമാശകൾ പറഞ്ഞും ചിരിപ്പിച്ചും അവരിലൊരാളാക്കി. ആ കൂട്ടുകാരെ മാത്രം ആശ്രയിച്ച് ഓരോ ദിവസങ്ങളും കടന്നുപോയി. ഹോസ്റ്റൽ ജീവിതം മാറ്റമില്ലാതെ തുടർന്നു. 40ഓളം പെൺകുട്ടികൾക്കും 5 കന്യാസ്ത്രീകൾക്കുമിടയിൽ ഗുഹാന്തരീക്ഷമുള്ള ഹോസ്റ്റലിൽ ഒരു ഭൂഗർഭത്തിലെന്ന പോലെ ജീവിച്ചു. എല്ലാ ദിവസവും ചാപ്പലിൽ നടക്കുന്ന പ്രാർത്ഥനകളിൽ മനസ്സില്ലാ മനസ്സോടെ പങ്കുചേർന്നു. ദൈവമെന്നത് വഴങ്ങാത്ത സങ്കല്പമായി തുടരവെയാണ് ഒരു കുരിശുരൂപത്തിനു മുന്നിൽ ചെന്നിരിക്കേണ്ടി വന്നത്. അതുവരെ പരിചിതമില്ലാതിരുന്ന ഭാഷയും പ്രാർത്ഥനകളും അസ്വസ്ഥയാക്കി. ദൈവത്തിനോട് ഒന്നും ആവശ്യപ്പെടാനില്ലായിരുന്നു. ദൈവമെന്നതിന് രൂപമില്ലെന്നും അത് സ്നേഹമാണെന്നുമുള്ള ചിന്തയിൽ വായന കൊണ്ട് കൊണ്ടുചെന്നെത്തിച്ചിരുന്നു. പിന്നീട് പ്രാർത്ഥനകളിൽ പങ്കെടുക്കാതെയായി. പ്രാർത്ഥനയോടുള്ള നിസ്സഹരണം കന്യാസ്ത്രീമാരിൽ അസ്വസ്ഥതയുണ്ടാക്കി. സഹതാപത്തിൻ്റെ പേരിൽ തന്നിരുന്ന ആനുകൂല്യം അവർ പിൻവലിച്ചു. കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി ഹോസ്റ്റലിനുള്ളിൽ തന്നെ ഒരു ബാത്റൂം തുറന്നു തന്നിരുന്നു. അതവർ നിഷേധിച്ചു. ഒരിക്കൽ പോലും അതിന് പരാതിപ്പെട്ടിരുന്നില്ല. മുറിയിലുള്ളവരും മറ്റു കൂട്ടുകാരും സൗഹൃദപരമായാണ് പെരുമാറിയിരുന്നെങ്കിലും അതൊന്നും ഏകാന്തതയെയും വിഷാദത്തെയും അകറ്റിയിരുന്നില്ല. ഹോസ്റ്റലിലെ സ്വീകരണ മുറിയിലെ ചില്ലലമാരയ്ക്കുള്ളിൽ കുറച്ച് പുസ്തകങ്ങൾ ഇരിക്കുന്നത് ആദ്യ ദിവസം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ അലമാര തുറന്ന് സിസ്റ്റർ മേരി ബെനിഗ്നയുടെ കവിതകൾ പുറത്തെടുത്ത് അന്ന് രാത്രി ഉറക്കമിളച്ചിരുന്ന് പുസ്തകത്തിലെ കവിതകളെല്ലാം വായിച്ചു. കളങ്കമില്ലാത്ത ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും വിശാലമായ ലോകത്തിനുള്ളിലായിരുന്നു ആ രാത്രി മുഴുവനും. വായനയോടുള്ള താല്പര്യം കൊണ്ട് കൂട്ടുകാരി പ്രീതിയാണ് കോളേജിലെ വിശാലമായ ലൈബ്രറിയെക്കുറിച്ച് പറഞ്ഞത്. അന്ന് ക്ലാസ്സിലെത്തിയതിന് ശേഷം ലൈബ്രറിയിലേക്കാണ് പോയത്. പക്ഷേ മുകളിലത്തെ നിലയിലാണ് ലൈബ്രറി എന്ന അറിവ് തകർത്തു കളഞ്ഞു. ആ കോണിപ്പടികൾ കയറി എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിലേക്ക് എത്താൻ ഇനി എന്തു ചെയ്യും? കരച്ചിൽ വന്നു. ആ കോണിപ്പടികൾക്ക് താഴെ എവറസ്റ്റിനെ നോക്കിക്കാണുന്ന പർവ്വതാരോഹകയെപ്പോലെ നിന്നു. ആ നിമിഷം പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ തലേ ദിവസം ക്ലാസ്സിലിരുന്ന് പാട്ടുപാടിയ അഗസ്റ്റിനായിരുന്നു. മുകളിലേക്ക് കയറാൻ സഹായിക്കാം എന്നവൻ പറഞ്ഞു. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന മറ്റൊരാളും കൂടെയുണ്ടായിരുന്നു. റോഷിൻ ക്രൂസ് എന്നു പേരുള്ള ഒരു ആംഗ്ലോ ഇന്ത്യനായിരുന്നു. ലൈബ്രറിയിലെത്താനുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണം അവരുടെ സഹായം സ്വീകരിച്ചു. അവർ രണ്ടാളും ചേർന്ന് ഇരു കൈകളിലും പിടിച്ചുകൊണ്ട് മെല്ലെ മുകളിലേക്ക് കയറ്റി. ഓരോ ചുവടിലും അതീവ ശ്രദ്ധയോടെ അവരെന്നെ ചേർത്ത് പിടിച്ചു. ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച കണ്ടതുപോലെ പലരും ഞങ്ങളെ തന്നെ നോക്കി നിന്നു. സൗഹൃദത്തിൻ്റെ ഏറ്റവും ആഴത്തിലേക്കും വിശാലതയിലേക്കുമുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു അത്. അഗു എന്ന് വിളിക്കുന്ന അഗസ്റ്റിനും റോഷൻ എന്ന് വിളിക്കുന്ന റോഷിൻ ക്രൂസും സൗഹൃദത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗമാണ്.